സുഖമോ ദേവി? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത്. ജോത്സിനെ വരുത്തിയെല്ലാം നോക്കിച്ചത് വിവാഹം നടത്താൻ വേണ്ടി തന്നെയാ. ഈ കാര്യം പറഞ്ഞപ്പോ നന്ദൻ എന്താ മോളോട് പറഞ്ഞത്? മീരയായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന്. നല്ലൊരു ഫ്രണ്ട് എന്നതിൽ കവിഞ്ഞ് മീരയെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ ഒരിക്കലും കഴിയില്ലെന്നാ നന്ദൻ പറയുന്നത്. ഇത് വീട്ടുകാരോട് പറഞ്ഞു നിൽക്കാവുന്ന ഒരു ന്യായീകരണമാണോ? നന്ദന്റെ അമ്മ ഇത് കാര്യമായിട്ട് എടുക്കുന്ന മോക്ക് തോന്നുന്നുണ്ടോ? വിവാഹത്തിന് വീട്ടുകാർ പിന്മാറണമെങ്കിൽ നിന്റെ കാര്യം നന്ദൻ പറയുക തന്നെ വേണം. അതേക്കുറിച്ചൊന്നും നന്ദൻ പറഞ്ഞില്ലേ? ഇല്ല. നീ നന്ദനോടത് പറയാത്ത എന്താ? ഞാനത് പറയണോ അമ്മേ? നന്ദൻ അറിയാവുന്ന കാര്യല്ലേ. ജോത്സ്യർ വന്ന കാര്യം അറിഞ്ഞപ്പോ മുതല് നന്ദനാകെ ടെൻഷനില്ല. അതിന്റെ കൂടെ ഞാനും കൂടി എല്ലാം കൂടെ താങ്ങാൻ പറ്റാതെ നന്ദൻ എന്തെങ്കിലും ചെയ്തു പോയാ. നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി അമ്മ പറഞ്ഞതല്ല. മുന്നോട്ട് ആലോചിച്ചപ്പോ നിന്റെ ജീവിതമല്ല മോളെ അമ്മയ്ക്ക് വലുത്. എങ്ങും എത്താതെ എന്റെ മോള്. അമ്മ ഈ കരഞ്ഞതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ എന്തേലും പ്രയോജനമുണ്ടോ? എനിക്കോ അമ്മയ്ക്കോ എന്തേലും ചെയ്യാൻ പറ്റുമോ? ഞാൻ വയ്ക്ക. ഷാരിയോട് ഇപ്പൊ ഒന്നും പറയണ്ട. എന്തേലും സംഭവിച്ചാ ഞാൻ വിളിക്കാം. അമ്മ എന്താ പറഞ്ഞ? ദേവിക വിഷമിക്കണ്ട. അവനൊരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല. ഇതൊക്കെ നന്ദുവിന്റെ നമ്മുടെയൊക്കെ ആഗ്രഹമല്ലേ? നന്ദുവിന്റെ അമ്മ കുറച്ചൊരു തീരുമാനം എടുത്ത നമ്മുടെയൊക്കെ ആഗ്രഹത്തിന് എന്ത് വിലയാ പിന്നെയുള്ളത്? അച്ഛന്റെ അമ്മയുടെ മുന്നില് അനുസരണയുള്ള നല്ല കുട്ടിയാ നന്ദു. അവരെ എതിർത്തോ വേദനിപ്പിച്ചോ ഒരു കാര്യവും നന്ദുവിന് ചെയ്യാൻ കഴിയില്ല. എനിക്കറിയാം നന്ദുവിന്റെ മനസ്സ്. അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടെ നന്ദൻ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. എനിക്കൊരു പരിധിയിൽ കൂടുതൽ നന്ദുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്റെ കാര്യത്തില് നന്ദു പെട്ടുപോയതല്ലേ. ഞങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞ് വിവാഹം നടത്താനായിരുന്നു നന്ദുവിന്റെ പ്ലാൻ. പെട്ടെന്നെല്ലാം മാറി മറിഞ്ഞപ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതിന്റെ ഫലമല്ലേ നന്ദൻ ഇപ്പൊ ഈ അനുഭവിക്കുന്നൊക്കെ. എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദൻ എന്തായാലും ഇന്ന് ദേവികയുടെ കാര്യം വീട്ടിൽ പറയും. നന്ദൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞേ പറ്റുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. വിവാഹ കാര്യം പറയുമ്പോ നന്ദന് ദേവികയുടെ കാര്യം പറഞ്ഞല്ലേ പറ്റൂ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇത് നിന്റെ ജീവിതം. ഇവിടെ പിഴച്ച ജീവിതകാലം മുഴുവനും നീ സ്വസ്ഥതയില്ലാതെ ജീവിക്കേണ്ടി വരും. എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാ ഇത്രയും നിറഞ്ഞ് നിന്നോട് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അമ്മ എന്താ അത് മനസ്സിലാക്കാത്തെ? ചില കാര്യങ്ങളൊക്കെ നമുക്ക് അച്ഛനോടും അമ്മയോടും പറയാൻ ബുദ്ധിമുട്ട് കാണും. അപ്പം നമ്മൾ പറയാൻ സ്വാതന്ത്ര്യമുള്ളവരോട് പറയണം. നന്ദ, അതുകൊണ്ട് ചോദിക്കുവോ, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം.
പറ്റിയ സമയം. ദേവിയുടെ കാര്യം ചേച്ചിയോട് പറയാം. ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നെപ്പോലെ നീ പ്രേമത്തിലൊന്നും ചെന്ന് ചാടില്ലെന്ന് എനിക്കറിയാം. അച്ഛനും അമ്മയ്ക്കും ആ കാര്യത്തിൽ നിന്റെ പരിപൂർണ വിശ്വാസമാ. അമ്മ അത് പറയുകയും ചെയ്തല്ലോ. നിനക്ക് വേണ്ടി ഞാൻ അമ്മയോട് സംസാരിച്ചത് നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോന്ന് തെറ്റിദ്ധരിച്ചിട്ടാ. അങ്ങനൊരു ഇഷ്ടം നിനക്കില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. മീര ഞാൻ കണ്ടിരിക്കുന്നത് സുഹൃത്തോ അനിയത്തിയൊക്കെ ആയിട്ടാ. മീര അടുത്തിടപഴകുമ്പോഴും ഒരുപാട് സ്വാതന്ത്ര്യം എന്നോട് കാണിക്കുമ്പോഴും എനിക്ക് അതിനപ്പുറത്തേക്ക് അവളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്ന മറ്റൊരു തരത്തില. മീരയെ നീ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞാൻ പറയൂ. നിങ്ങളെല്ലാം മറ്റൊരു തരത്തിൽ കണ്ടതിന് ഞാൻ ബലിയേടാകണോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. എന്തായാലും വീട്ടുകാരാലോചിച്ചുറപ്പിക്കുന്ന ഒരു അറേഞ്ച് മാരേജിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കൂടുതൽ അടുത്തെറിഞ്ഞൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാ. മീരയെ പറ്റി എല്ലാം നിനക്കറിയാലോ. വിവാഹം കഴിയുമ്പോൾ നിന്റെ മനസ്സിന് മാറ്റം വരും. നല്ലൊരു ഭാര്യയായി മീരയെ നിനക്ക് കാണാൻ പറ്റും. ചേച്ചി അതിനാണോ പറയുന്നത്? അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്. നിനക്കൊട്ടും പറ്റുന്നില്ലെങ്കിൽ നീ ഇപ്പൊ അച്ഛനോട് സംസാരിക്കേ. പിന്നീട് സങ്കടപ്പെടാൻ ഇടവരരുത്. അനുഭവിക്കുന്നത് നീ മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് കാഴ്ചക്കാരാവാനേ പറ്റൂ. ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യ. അച്ഛാ, അച്ഛാ, അച്ഛനോട് എനിക്ക് ചിലത് പറയാനുണ്ട്. പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇനിയെങ്കിലും അച്ഛൻ അതൊക്കെ അറിയണം. എനിക്ക് പറയാനും അച്ഛന് കേൾക്കാനും ഇപ്പൊ പറ്റണം. അല്ലെങ്കിൽ നീ വാ. എന്താടാ, എന്താ നിനക്ക് പറയാനുള്ളത്? മടിക്കണ്ട, എന്താണെങ്കിലും നീ പറഞ്ഞോ. എന്നോടൊന്നും മറച്ചു വയ്ക്കാതെ എന്തും തുറന്നു പറയുന്നതിനാണല്ലോ നീ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ?
അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്താടാ, എന്താ ഇങ്ങനെയൊക്കെ? എന്നോട് സംസാരിക്കാൻ എന്തിനാ ഇങ്ങനെ ഒരു മുഖവരെയൊക്കെ? നീ കാര്യം പറ മോനെ. അത് കോളേജിൽ നിന്ന് ഞാൻ വന്നപ്പോ നിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. ദേടാ, അവര് വരുന്നുണ്ട്. നീ അങ്കിളിനോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അച്ഛനോളം പ്രായം വരുന്ന ഒരാള് അടുത്ത ദിവസം അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഉറപ്പായപ്പോഴാ എനിക്കവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. എന്നിട്ട് അവളെവിടെ? മുരളിയുടെ വീട്ടിലുണ്ട്. അവിടെ മുരളിയുടെ ഭാര്യയല്ലേ ഉള്ളൂ, അല്ലാതെ? അത് മുരളിയുടെ ഭാര്യയല്ല. ഞാൻ താലി കെട്ടിയ പെണ്ണ ദേവിക. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ പലതവണ വിളിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയുന്നൊന്നും അച്ഛന് കേൾക്കാൻ കഴിയാത്ത സിറ്റുവേഷനായിരുന്നു. ആകെ ഒച്ചയും ബഹളവും. അച്ഛനെ ധിക്കരിച്ചല്ല ഞാനിത് ചെയ്തത്. വീട്ടിലേക്ക് പോവാൻ ദേവി ഒരുങ്ങിയിറങ്ങിയപ്പോഴാ അവളുടെ അമ്മ വിളിച്ച് വിവരം അറിയിച്ചത്. അവളെ എനിക്ക് കൈയൊഴിയാൻ മനസ്സ് വന്നില്ല. ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുമ്പിലില്ലായിരുന്നു. മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് വന്ന് അച്ഛനെ കാണാനായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോഴാ ദേവിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അയാൾ മീറ്റിംഗ് സ്ഥലത്തെത്തി കുഴപ്പമുണ്ടാക്കിയ അത് അച്ഛന് നാണക്കേടാവെന്ന് ഓർത്തിട്ടാ ഞങ്ങൾ അങ്ങോട്ട് വരാതിരുന്നേ. ദേവിയുടെ അച്ഛൻ ഞങ്ങളെ കണ്ടുപിടിച്ചാലും അവളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാ അമ്പലത്തിൽ വെച്ച് പെട്ടെന്ന് താലി കെട്ടിയത്. നിങ്ങൾ ഇവിടുന്ന് പോയതിന് പിന്നാലെ ദേവികയുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ? ഇനി ഒറ്റ വഴിയുള്ളൂ. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി രജിസ്റ്ററിൽ പേര് വരുത്തണം. അച്ഛൻ ആക്സിഡന്റ് ഉണ്ടായത് അറിഞ്ഞപ്പോ പിന്നെ ഞാൻ അവിടെ നിന്നില്ല. അമ്പലത്തിലെ രജിസ്റ്ററിൽ എന്റെ സ്ഥാനത്ത് മുരളിക്ക് ഒപ്പിടേണ്ടിയും വന്നു. ഇനിയെല്ലാം നീ നോക്കിക്കോണം. ഒരു കാരണവശാലും ഇവളെ എനിക്ക് നഷ്ടപ്പെടരുത്. എന്താടി നീ ഒന്നും പറയാത്തത്? ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, അങ്ങോട്ട് ചെല്ലേ, ചെല്ലങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടി.
ആരാടാ MLA മോൻ? ഇത് ഓട്ടോക്കാരനാ. ഇവനാ തന്റെ മോളെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് കാണിച്ചു കൊടുക്കൂ ഉറുപ്പേ. തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഉള്ളൂ. ഒപ്പിടൊപ്പിട്. ദേവിയെ താമസിപ്പിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാ മുരളിയുടെ വീട്ടിലേക്ക് അവളെ അയച്ചത്. ഇപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ എന്താ? മുരളിയുടെ ഭാര്യ എന്ന ലേബലിലല്ലേ ദേവി അവിടെ കഴിയുന്നത്? നാട്ടുകാരും മറ്റുള്ളവരെല്ലാം അങ്ങനെയല്ലേ വിശ്വസിച്ചിരിക്കുന്നത്? അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേറൊന്നും ചിന്തിക്കാനോ ചെയ്യാനോ എനിക്ക് കഴിയായിരുന്നില്ല. അച്ഛൻ വീണുപോയതോടെ എന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയി. അച്ഛൻ കൈയൊഴിയില്ലെന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വന്ന് എനിക്ക് എല്ലാം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നാളെ ബലരാമനങ്കൾ വരുമ്പോ എന്റെയും മീരയുടെ കാര്യം അമ്മ സംസാരിക്കും. അതിനു മുമ്പ് അച്ഛൻ അമ്മയോട് ഈ കാര്യം സംസാരിക്കണം. പ്രഭ ഇതറിഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരെയും സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? അമ്പലത്തിലെ രജിസ്റ്ററിൽ മുരളിയുടെ പേര് വരന്റെ സ്ഥാനത്തായതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം വെച്ച് പ്രഭ കടുത്ത നിലപാടെടുക്കും. അച്ഛൻ വിചാരിച്ച അത് വളരെ ഈസി ആയിട്ട് മാറ്റി എഴുതിക്കാൻ പറ്റില്ലേ? പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. മുരളിയുടെ പേര് മാറ്റി നിന്റെ പേര് ചേർക്കാന്ന് തന്നെ വയ്ക്ക്. പക്ഷേ മറ്റുള്ളവരുടെ എല്ലാം കണ്ണിൽ ദേവിക്ക് മുരളിയുടെ ഭാര്യയല്ലേ? അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ? ഒരിക്കൽ പോലീസ് വരെ ആ സംഭവത്തിൽ ഇടപെട്ടില്ലേ? ഇതൊക്കെ അറിഞ്ഞും കേട്ടും നിൽക്കുന്ന സമൂഹം നമ്മുടേത്. സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ദേവിയെ നിന്റെ ഭാര്യയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കട്ടെ. നിമിഷങ്ങൾ മതി അത് സംസാര വിഷയമാവാൻ. വാർത്തകൾക്ക് വേണ്ടി വേട്ടക്കാരെ പോലെ പാഞ്ഞു നടക്കുന്ന മാധ്യമങ്ങൾ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ പേര് ബൂസ്റ്റ് ചെയ്ത് ഒടുപ്പും തൊങ്ങലും വെച്ച് ഈ കാര്യം കൊട്ടിഘോഷിക്കും. സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന എന്നെ മാധ്യമങ്ങൾ വെറുതെ വിടുവോ? പ്രതിപക്ഷത്തും സ്വന്തം പക്ഷത്തും കുത്താൻ നിൽക്കുന്നവർ എന്നെ താറടിച്ച് കാണിക്കും. അന്തിച്ചർച്ചകൾ കൊഴുക്കും. വീട്ടുജോലിക്കാരുടെ മകന്റെ ഭാര്യയുമായി സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകന് അവിഹിതം. നാട്ടുകാരെ പിടിച്ച് മകനെ കൊണ്ട് കെട്ടിച്ചു. ഇതൊക്കെയായിരിക്കും മാധ്യമ ചർച്ച. തുടർന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കാര്യം പോട്ടെ, നിന്റെ ജീവിതത്തെക്കാൾ വലുതല്ല എനിക്ക് രാഷ്ട്രീയവും മന്ത്രിസ്ഥാനവും ഒന്നും. നിസ്സാരമായിട്ട് അതെല്ലാം ഞാൻ അവഗണിക്കാം. പക്ഷേ ആ ഒരൊറ്റ സംഭവത്തോടെ മകളെ ചതിച്ചു എന്നുള്ള പേരില് ബലരാമൻ നമ്മുടെ ശത്രുവാവും. ബിസിനസ് പിളരും. ബലരാമന്റെ ഒറ്റ കഴിവില്ല നമ്മുടെ കമ്പനി ഇത്രയും വളർന്നത്. അത് വളർത്തിയതും രാഷ്ട്രീയത്തിൽ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നതും എല്ലാം നിന്നെയും മേരെ ഉദ്ദേശിച്ചുകൊണ്ടും മാത്രം. പ്രഭ നിങ്ങളൊക്കെ അംഗീകരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ പ്രഭ നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞു വരുന്നത് ദേവി ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ്. എന്നല്ല,
അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള പ്രതിസന്ധികളും കൊണ്ടുവന്നു കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നത്തിലല്ല നീ വീണിരിക്കുന്നത്. ഒരു അഴിയാക്കുരുക്കില നീ പെട്ടിരിക്കുന്നത്. ആദ്യമേ അവളെയും കൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയായിരുന്നു. ഒരുപാട് വൈകിപ്പോയല്ലോടാ, എല്ലാം കൈവിട്ടു പോയതുപോലെ. ഞാനിനി എന്ത് ചെയ്യണോ അച്ഛാ? നിന്നെ രക്ഷപ്പെടുത്താൻ നീ തന്നെ എനിക്കൊരു വഴി പറഞ്ഞതാ. അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കാം. അത് നീ ഇപ്പൊ കരുതുന്ന പോലെ പെട്ടെന്ന് എടുത്തടിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ പോലും പ്രഭ കാണിക്കില്ല. സാവകാശത്തോടെ വേണം പ്രഭയെ സമീപിക്കാൻ. അപ്പോഴേക്കും ബലരാമനങ്ങളിനോട് അമ്മ വിവാഹക്കാര്യം പറയില്ലേ? പറയും. കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിൽ കവിഞ്ഞ് ചടങ്ങിലേക്കൊന്നും പോവില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വിഷമിക്കാതിരിക്കെ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെല്ല്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലടാ. സോറി അച്ഛാ. നീ എന്താ കിടക്കുന്നില്ലേ? സമയം ഒരുപാടായല്ലോ. എന്താടാ, എന്തു പറ്റി നിനക്ക്? നിനക്കെന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നല്ലോ. ഏയ് ഒന്നുമില്ല. ബലരാമനും ഫാമിലിയും നാട്ടിലെത്തിയിട്ടുണ്ട്. അവരെല്ലാരും കൂടി നാളെ ഇങ്ങോട്ടേക്ക് വരും. നീയും ഇവിടെ കാണണം. എനിക്ക് നാളെ ഓഫീസിൽ പോകണ്ടേ? ചെല്ലേണ്ട കാര്യമുണ്ട്. പാർട്ടി മീറ്റിങ്ങിന് പോവാനിരുന്ന സിദ്ധു പോലും പോക്ക് മാറ്റിവെച്ചു. അതിലും വലിയ കാര്യമൊന്നും അല്ലല്ലോ നിന്റെ ഓഫീസിൽ പോക്ക്. കുറെ കാലത്തിന് ശേഷം എല്ലാവരും കൂടിയുള്ള ഒരു കൂടിക്കാഴ്ച. അപ്പൊ നീയും ഉണ്ടാവണം. നീ ഉണ്ടാവില്ലേന്ന് ബലരാമൻ പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. അവര് വന്നിട്ട് പോട്ടെ, അതിന് ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? നാളെ പർച്ചേസ് ഓർഡർ കൊടുക്കേണ്ട ഡേറ്റാ. എനിക്ക് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ല.
എനിക്കറിയാം അതൊക്കെ. നിനക്ക് നാളെ വരാൻ പറ്റില്ല എന്ന് മേനോൻ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബലരാമൻ അങ്കിൾ ഇങ്ങോട്ട് വരുന്നതിന് എന്തിനാ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നേ? അവരൊക്കെ ഇവിടെ മിക്കവാറും വരുന്നതല്ലേ? 1.5 മാസത്തെ ബിസിനസ് ടൂറൊക്കെ കഴിഞ്ഞല്ലേ അവർ വരുന്നത്. എല്ലാവരും കൂടി ഒരു ഒത്തുകൂടൽ. പല കാര്യങ്ങളും പറയാനും തീരുമാനിക്കാനും ഒക്കെ ഉണ്ടാവും. അതിന് ഞാനെന്തിനോടെ നിൽക്കുന്നേ? അച്ഛനും അമ്മയും അങ്കിളും കൂടിയല്ലേ സീരിയസ് മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കുന്നത്. നീ ഇപ്പൊ പഴയ നന്ദനല്ല, കമ്പനിയുടെ സ്റ്റാഫാ നീ. അത് മാത്രമല്ല, ബിസിനസ് പാർട്ണറും കൂടിയാ. ആ ഗൗരവത്തിൽ വേണം കാര്യങ്ങളൊക്കെ എടുക്കാൻ. ബലരാമൻ കൂടി സൈൻ ചെയ്യുമ്പോഴേ നിനക്ക് കമ്പനിയുടെ GM ആകാൻ കഴിയൂ. അത് മറക്കണ്ട. ആവശ്യമില്ലാത്ത സംസാരവും പെരുമാറ്റവും നിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവരുത്. ബ്രൈറ്റ് ഫ്യൂച്ചർ ആയിരിക്കണം നിന്റെ ലക്ഷ്യം. എപ്പോഴും മുരളിയുടെ വീട്ടിൽ കയറി ഇറങ്ങി അവന്റെ തോളിൽ കൈയിട്ടിട്ടുള്ള നടത്തമൊക്കെ പതുക്കെ പതുക്കെ ഒഴിവാക്കണം. ജീവിതം മാറുക, മാറേണ്ട സമയമാണ്. അത് മറ്റാരെക്കാളും നന്നായി നീ മനസ്സിലാക്കണം. കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്.